ഹായ് ഫ്രണ്ട്സ്, ആമിയാണേ. ഇത് ചെങ്കൽ ശിവപാർവതി ക്ഷേത്രത്തിലെ ശിവരാത്രിയോടനുബന്ധിച്ച് നടന്ന പ്രോഗ്രാംസാണ്. ഘോഷയാത്രയായിരുന്നു. ശിവരാത്രിയുടെ തലേദിവസം നടന്ന ഘോഷയാത്രയാണ്. വളരെ വിപുലമായ ഘോഷയാത്ര. ആദ്യം തന്നെ കണ്ടത് ഓച്ചിറക്കാള ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പ്രതിഷ്ഠയും വഹിച്ചു കൊണ്ടുള്ള രഥഘോഷയാത്രയാണ്. അവിടുത്തെ പോറ്റിയപ്പൂപ്പ ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ വിവിധ തരം ഫ്ലോട്ടുകളും ഒരുപാട് ടീംസിൻ്റെ മേളവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം ഉള്ള ക്ഷേത്രമാണ്. പിന്നെ ഹനുമാൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട് അവിടെ. ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയുള്ള സ്ഥലമാണ്. പ്രതിഷ്ഠ അല്ല, സ്റ്റാച്യു ആണ്. പിന്നെ ഇപ്പം ക്ഷേത്രം നല്ല വിപുലമായി. ആദ്യം കുഞ്ഞു ക്ഷേത്രമൊക്കെ ആയിരുന്നു, ഇപ്പം ഭയങ്കര ക്ഷേത്രമായി. പെട്ടെന്ന് കണ്ടാൽ നമ്മളെ ഗുരുവായൂരിൻ്റെ ഒരു കട്ട്, അങ്ങനെയുള്ള ഒരു ക്ഷേത്രമായി. ഇവിടെ ശിവനും പാർവതിയാണ് പ്രതിഷ്ഠ. പിന്നെ വിഘ്നേശ്വരൻ്റെ ഉണ്ട്, മുരുകൻ്റെ ഉണ്ട്, നാഗം പ്രതിഷ്ഠയുണ്ട്. 108 വിഘ്നേശ്വര ഗണപതിൻ്റെ 108 പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രമാണ്. 108 ആണോ? അത്രയും അറിയില്ല. എന്തായാലും അത് തെറ്റിപ്പോയെന്ന് തോന്നണം കേട്ടാ. എന്തായാലും നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ വരുന്ന ആൾക്കാർ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. എൻ്റെ വീട് 2 മഹാ അത്ഭുതങ്ങളുടെ നടുക്കാണെന്ന് പറയാം. അതായത് ഏറ്റവും വലിയ ശിവൻ്റെ ഗംഗാധരേശ്വരൻ്റെ പ്രതിഷ്ഠയും ഒരു ഭാഗത്ത് ഏറ്റവും വലിയ ശിവലിംഗവുമുള്ള ശിവൻ്റെ 2 പ്രധാന ഭാഗങ്ങൾ എൻ്റെ വീടിൻ്റെ 2 ഭാഗത്തായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ്. ആഴിമലയാണ് ഒന്ന് ശിവൻ്റെ ഏറ്റവും വലിയ പ്രതിഷ്ഠയുള്ള സ്ഥലം. പിന്നെ ഘോഷയാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല ഫ്ലോട്ടുകളുണ്ടായിരുന്നു. ഞാൻ വോയിസ് ഓവർ തരണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ കോപ്പിറൈറ്റ്, ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ കോപ്പിറൈറ്റ് അടിച്ച് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. എന്തായാലും എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞാൻ പോണ അടുത്തുള്ള എല്ലാ വീഡിയോസും എടുത്ത് യൂട്യൂബിലിടാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കും കാണാമല്ലോ. പലരും ഇങ്ങനെ എന്നെ മാതിരി ഉത്സവപ്പറമ്പിലൊന്നും പോകുമെന്ന് തോന്നണില്ല. വീട്ടമ്മമാരാണെങ്കിലും എല്ലാവരും വീട്ടിൽ ജോലിയും കഴിഞ്ഞ് ചിലപ്പം സിനിമയൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഇതായിരിക്കും. ചിലപ്പോൾ സിനിമയൊക്കെ കാണാൻ പോവുമായിരിക്കും. എന്നാൽ ഇങ്ങനെ ഉത്സവപ്പറമ്പിൽ എല്ലാം പോവൽ വളരെ കുറവായിരിക്കും. പിന്നെ എനിക്കിതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. എല്ലായിടും ഉത്സവമൊക്കെ കാണാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളിവിടെയൊക്കെ ഈ ഒരു ജാനുവരി മുതൽ ഏപ്രിൽ 1 വരെ, ഫസ്റ്റ് വീക്ക് വരെയൊക്കെ ഉത്സവങ്ങളാണ്. ആദ്യം ആഴിമല ഉത്സവം, അടുത്ത് ചെങ്കൽ, പിന്നെ എൻ്റെ തിരുപ്പുറം മഹാദേവ ക്ഷേത്രം. അത് കഴിഞ്ഞാൽ പിന്നെ മുടിപ്പുരകളിലാണ്, ദേവിമാരുടെ ഉത്സവങ്ങളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോസൊക്കെ അതായിരിക്കും. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണാനും എല്ലാത്തിനും. അതുകൊണ്ടായിരിക്കാം ഞാൻ എല്ലാത്തിനും പോണത്. പിന്നെ പോകുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഒക്കെ എടുക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും എല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, അവിടുത്തെ അതേ വോയിസിലിട്ട് കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബിന് കോപ്പിറൈറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്, എനിക്ക് പണി കിട്ടാറുണ്ട്. പിന്നെ ഇത് ഒരു എൻ്റർടൈൻമെൻറ്റിനൊക്കെയാണ് ഞാൻ ഇടുന്നത്. എന്നാലും കോപ്പിറൈറ്റ് വരുമ്പം ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ പിന്നെ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്തു. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവണുണ്ടായി എൻ്റെ വീഡിയോസൊക്കെ. എനിക്കറിയാം ഞാൻ ഇടുന്നതിൻ്റെ ക്വാളിറ്റി കുറവും എൻ്റെ വോയിസിൻ്റെ പ്രശ്നവും. എൻ്റെ തിരുവനന്തപുരം സ്ലാങ് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ദേഷ്യം വരുമായിരിക്കും. എന്താ ചെയ്യുക, ഞാൻ കുറേയൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് സംസാരിക്കണത്, തിരുവനന്തപുരം ഭാഷ ഓവറായിട്ട് വരാണ്ടിരിക്കാൻ. പണ്ടേ ഞാൻ ഭയങ്കര തിരുവനന്തപുരത്തുള്ളവർ ഇത്ര ഒന്നും ലോക്കലായിട്ട് സംസാരിക്കില്ല. എനിക്ക് ഇച്ചിരി കൂടുതലാണ്
ഒരു തമിഴ്നാടിൻ്റെ ഒരു ടച്ച് വരണമുണ്ടായിരിക്കാം, അതിൻ്റെ അടുത്തുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും കാണുന്നവർ അല്ല കേൾക്കുന്നവർ ഇത് വീഡിയോ കണ്ടാൽ പോരെ, എൻ്റെ വോയിസ് അങ്ങ് ശ്രദ്ധിക്കണ്ട. പിന്നെ നിങ്ങളെയൊക്കെ ശിവരാത്രിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ശിവരാത്രി ഇന്ന് വ്രതമൊക്കെ എടുക്കണുണ്ടാ? ഞാനും വ്രതം എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ല. എന്തായാലും മഹാദേവന് ഇഷ്ടമുണ്ടെങ്കിൽ അടുത്ത വർഷം എടുക്കാം എന്നുള്ള തീരുമാനത്തിലാണ്. ഈ വർഷം വ്രതം എടുക്കാൻ വേണ്ടി ഇന്നലെ തന്നെ തീരുമാനിച്ചതാ. അപ്പോൾ ഞാൻ മറന്ന് നോൺ വെജ് ഫുഡ് കഴിച്ചു. അങ്ങനെ എൻ്റെ വ്രതം മുടങ്ങി. പിന്നെ എടുക്കാൻ നിന്നില്ല. എന്തായാലും ഇന്ന് രാത്രി ഉറങ്ങാതിരിക്കണം എന്നൊരാഗ്രഹമുണ്ട്. രാത്രി ഞങ്ങളെ തിരുപ്പുറം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഘോഷയാത്ര ഉണ്ട്, അതും കണ്ടിട്ട് വന്ന് ശിവ പഞ്ചാക്ഷരി നാമം ജപിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിക്കണു. എന്തോ എൻ്റെ സംസാരം ബോറടിയാവണ സുഹൃത്തുക്കളെ, ക്ഷമിക്കണേ, ഞാൻ എന്ത് ചെയ്യാൻ. ലോങ് വീഡിയോയ്ക്കൊക്കെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര സീനാണ്, ഒന്നും പറയാനും വരില്ല, അതാണ് പ്രശ്നം. എന്തായാലും ഈ ഫ്ലോട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ, നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ? എൻ്റെ വീഡിയോസ് കാണുന്നത് എവിടത്തുള്ളവരൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോണ് ഫെബ്രുവരി 18-ാം തീയതി. അന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അന്ന് ഈ ചാനലിൽ ഒരു 4-5 വർഷമായി, പക്ഷെ എന്നിട്ടും 500 സബ്സ്ക്രൈബേഴ്സ് പോലും വരണില്ല. എന്തായാലും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നല്ല സബ്സ്ക്രൈബേഴ്സ് വരണമെന്നും എൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് പേര് കാണണമെന്നും ഒത്തിരി വ്യൂസും ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നും നടക്കണില്ല. ഇടുന്ന ചെറിയ ഷോർട്ട് വീഡിയോസിന് മാത്രം ചിലപ്പോൾ ഒരു 600-700, കൂടിപ്പോയ ഒരു 1000 പേരൊക്കെ കാണുന്നുണ്ട്. അല്ലാണ്ട് വലിയ വീഡിയോസൊന്നും ആരും കാണുന്നില്ല. എന്തായാലും ഞാൻ ഫെബ്രുവരി 18-ാം തീയതി ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും അതിൻ്റെ പേര് ആമി കണ്ണൻ എന്ന് തന്നെ ആയിരിക്കും. നോക്കാം, അതിനേക്കാളും നല്ല പേര് കിട്ടുവാണെങ്കിൽ. എൻ്റെ പേരിനേക്കാളും വലിയ നല്ല പേര് എനിക്ക് അറിയില്ല, എന്നാലും നല്ല ഗുമ്മുള്ള വേറെ പേര് ഇതാവണമെങ്കിൽ ഞാൻ ഇതിൽ കൂടെ തന്നെ പറയാം. ഈ വീഡിയോസൊക്കെ കാണുന്നവരെല്ലാം എൻ്റെ പുതിയ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യണം. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണേ. ബൈ.